നമസ്കാരം. ഭക്ഷ്യ സപ്ലിമെൻസുകൾക്കെതിരെ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു വ്യക്തി നിരന്തരമായി വീഡിയോസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ശ്രദ്ധിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ കൊടുക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ സണ്ണി പി എം വെൽനസ് ഗുരു കഴിഞ്ഞ 26 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഏതാണ്ട് ഒരു വർഷത്തിന് മേലെ ആയിട്ട് ഡോക്ടർ ജോജോ വി ജോസഫ് കാരിത്താസ് എന്ന വ്യക്തി നോനി ജ്യൂസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത് നോനി ജ്യൂസ് ഒന്നിനു കൊള്ളില്ലെന്നാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം, ഈ നോനി ജ്യൂസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു എന്നത് ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യക്തി, ദിവംഗതനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. അദ്ദേഹമാണ് നോനി ജ്യൂസ് ലോഞ്ച് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് കൊള്ളില്ല എന്ന് എന്തെങ്കിലും ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ അത് ലോഞ്ച് ചെയ്യുമോ? അദ്ദേഹം ലോഞ്ച് ചെയ്യുന്ന ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും നോനി ജ്യൂസ് കുടിച്ച് അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജനതയായി മാറണമെന്നുള്ളതാണ്. ഇനി നമ്മുടെ ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡോക്ടർ ജി എറണാകുളത്തുണ്ട്. അദ്ദേഹം അങ്ങനെയാണല്ലോ ഒരു വീഡിയോയിൽ പറഞ്ഞത്, അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ ക്യൂ എന്ന്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനും ആ ഭാഷ കടമെടുത്തത്. ഡോക്ടർ ജി, അദ്ദേഹം കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ക്യാൻസർ വിദഗ്ധനാണ്. അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ലേഷോർ ഹോസ്പിറ്റലിലും ഒക്കെ തൻ്റെ രോഗികളിൽ പലർക്കും നോനി ജ്യൂസ്, അതായത് ക്യാൻസറിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ്. അതിൽ ഡെംനാകാന്തൽ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകമാണ് ക്യാൻസറിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം പലർക്കും അത് ശുപാർശ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘനാളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഴ്സ് സെബീന, അവരെൻ്റെ അടുക്ക് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നോനി ജ്യൂസിനെ കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ അവരൊരു മെമ്പറായി തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നോനി ജ്യൂസിൻ്റെ നല്ല ഒരു പ്രചാരകയായിട്ട് പിന്നീട് മാറുകയുണ്ടായി. ഈ വസ്തുതകളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ ഒരു വാക്ക് പോലും പറയാതെ അതിനകത്തുള്ള ഒരു പദം അദ്ദേഹം എടുത്തു. ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് മരുന്ന് കമ്പനിയുടെ മാഫിയാണ് എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് അതാണ്. കാരണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സപ്ലിമെൻറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് അതൊന്നിനും കൊള്ളില്ലെന്ന് പറയുവാനായിട്ട് കഴിയുമായിരുന്നോ? അദ്ദേഹത്തിൻ്റെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്ലിമെൻറ്റ്സിനെതിരായിട്ട് വന്ന് സ്റ്റെതസ്കോപ്പും തൊപ്പിയുമൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത അത് ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. എന്നാൽ ആ ധാരണ അങ്ങേയറ്റം തെറ്റാണ്. കാരണം അദ്ദേഹം ഇൽനെസ്സിന് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ വെൽനെസ്സിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇൽനെസ്സും വെൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. താങ്കൾ മോഡേൺ മെഡിസിനെ കുറിച്ച്
സംസാരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വെൽനസിനെ കുറിച്ച് സംസാരിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും ഞങ്ങൾക്കും അവകാശമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന തരുന്ന അവകാശമാണെന്നുള്ളത് താങ്കൾ മറക്കല്ലേ. അദ്ദേഹം ഈ വൈറ്റമിൻ സിയെ കുറിച്ചും സിങ്കിനെ കുറിച്ചുമൊക്കെ വളരെയധികം വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള സാധാരണ ഭക്ഷണം കഴിച്ച ഏതൊരു വ്യക്തിക്കും വൈറ്റമിൻ സിയും സിങ്കും എല്ലാം കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യമായിരിക്കും. പക്ഷെ സാധാരണ ആളുകൾക്ക് അങ്ങനെ ലഭിക്കുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് ഓറഞ്ച്, നെല്ലിക്ക, കിവി, അതുപോലെ തന്നെ പൈനാപ്പിൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ സി ശരീരത്തിൽ കിട്ടുന്നത്. ഇനി മാന്യ പ്രേക്ഷകർ തന്നെ പറയുക, നിങ്ങളിൽ എത്ര പേര് ദൈനംദിനം ഈ പറഞ്ഞ പോലെ ഓറഞ്ച്, നെല്ലിക്ക, കിവി, പൈനാപ്പിൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട്? ഇപ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമല്ലേ. കാരണം ഇത് കഴിച്ചെങ്കിലേ നമ്മളുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻ സി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് വൈറ്റമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻസും മിനറൽസും നമുക്ക് പുറത്തു നിന്ന് ലഭിച്ചേ മതിയാവുള്ളൂ, അത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ലഭിക്കാതിരിക്കുന്ന വ്യക്തികൾ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് രോഗത്തിന് അടിമകളായി മാറുകയല്ലേ. അങ്ങനെ രോഗികളായി മാറിയാലല്ലേ ഇവരുടെ കാര്യം സാധിക്കുകയുള്ളൂ. ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ മരുന്ന് കമ്പനികളുടെയും ഒക്കെ താല്പര്യം സാധ്യതമാകണമെങ്കിൽ രോഗികളുടെ എണ്ണം കൂടണ്ടേ. രോഗികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡോക്ടർമാരുടെ എണ്ണം കുറയില്ലേ. മരുന്ന് കമ്പനികളുടെ ഉൽപ്പാദനം കുറയ്ക്കണ്ടേ. അപ്പോൾ ഇവരുടെയൊക്കെ താല്പര്യം എന്താണ്? മരുന്ന് കമ്പനികളുടെ താല്പര്യം മരുന്നുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. അതായത് കഴിഞ്ഞ വർഷം ടേൺ ഓവർ 100 കോടിയാണെങ്കിൽ ഈ വർഷം അത് 150 കോടിയെങ്കിലും ആക്കണമെന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നുള്ള കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന രോഗികളെക്കാൾ ഏതാണ്ട് 50% രോഗികൾ കൂടെ കൂടുതലുണ്ടായെങ്കിലല്ലേ ഇവർ ഈ പറയുന്നത് പോലെ 150 കോടി ആവുള്ളൂ. അപ്പോൾ ഓരോ വർഷവും ടേൺ ഓവർ കൂട്ടാനായിട്ട് രോഗികളുടെ എണ്ണം കൂട്ടുക. അതാണ് ഏത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അതിന് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുണ്ടോ? എല്ലാ മെഡിസിനും സൈഡ് എഫക്റ്റ് അല്ലേ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ടി വിയിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. ക്യാപ്സ്യൂൾസ് കഴിച്ചിട്ട് ആ ക്യാപ്സ്യൂളിനകത്ത് ഒരു സ്ത്രീ അവർ ഈ ക്യാപ്സ്യൂള് പൊട്ടിച്ചേ അവർ കഴിക്കുകയുള്ളൂ. അതായിരുന്നു അവരുടെ ഭാഗ്യമായത്. അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചെറിയ മുട്ടുസൂചി പോലിരിക്കുന്ന ആണ്. അവർ അടുത്തത് പൊട്ടിച്ചു നോക്കി, അതിലും അങ്ങനെ തന്നെ. കയ്യിലിരുന്നൊക്കെ പൊട്ടിച്ചപ്പോൾ എല്ലാത്തിനകത്തും അതുപോലെ തന്നെ. അപ്പോൾ ഇത് പർപ്പസ്ലി ആളുകളെ കൊല്ലാൻ വേണ്ടിയല്ലേ ഈ അലോപ്പതിക്കാർ ഇത്തരത്തിലുള്ള മരുന്നുകൾ പടച്ചു വിടുന്നത്? അതിനെ ഒന്ന് ചോദിക്കാനും ആരുമില്ല, ഒന്നുമില്ല. എന്നിട്ട് സപ്ലിമെൻറ്റ്സിനെതിരെ, കാരണം നിരുപദ്രവവാദികളായി കിട്ടുന്ന സപ്ലിമെൻറ്റ് ആർക്കാ ഉപദ്രവം? ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആർക്കാ ഉപദ്രവം വരുന്നത്? പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷം വരും. ശരിയാണ്, അധികമായ ദോഷം വരും. അത് അമൃതും അങ്ങനെ തന്നെയല്ലേ, അധികമായാൽ ദോഷമല്ലേ. ഇതറിയാത്തവരാരാ ഉള്ളത്? ഈ ന്യൂട്രീഷൻ സയൻറ്റിസ്റ്റുകൾ അവരുടെ നിരന്തരമായ പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായിട്ടാണ് നമുക്ക് ഓരോ സപ്ലിമെൻറ്റ്സും പുറത്തിറങ്ങുന്നത്. അവരത് വ്യക്തമായിട്ട് പഠിച്ച്, അതായത് അലോപ്പതി റിസർച്ച് ചെയ്യുന്ന ഒരു ഗവേഷകൻ അദ്ദേഹം പഠിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ന്യൂട്രീഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിലെ പോഷകങ്ങൾ അത് മിനുക്കിയെടുത്ത് ടാബ്ലറ്റ് രൂപത്തിലാക്കി
ജനങ്ങളുടെ ഇടയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റുമാരാണ് അത് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിചാരം ആരൊക്കെയോ വെറുതെ മനസ്സിൽ തോന്നുന്നവരൊക്കെ ഇതങ്ങനെ തല്ലിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നിർദ്ദേശമില്ലാതെ ഇതൊന്നും വാങ്ങി കഴിക്കരുത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഏത് ഡോക്ടർമാരാണ് സപ്ലിമെൻ്റ് കഴിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം സപ്ലിമെൻ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗം മാറും. രോഗം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാലിനടിയിലെ മണ്ണല്ലേ ഒലിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം കേരളത്തിലെ ജനങ്ങൾ പഴയ ആളുകളല്ല. ഈ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ജോജോ വി ജോസഫ്. മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി ലോകത്തിൽ ആരംഭിച്ചത് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമാണ്. അനാട്ടമിയെക്കുറിച്ചുള്ള അറിവ് തന്നത് ആൻഡ്രിയാസ് ബെനാലിയസ് ആണ്. അതുപോലെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് അറിവ് തന്നത് വില്യം ഹാർവേയുമാണ്. ജെംസ് തിയറി കണ്ടുപിടിച്ചത് 19-ാം നൂറ്റാണ്ടിൽ ലൂയിസ് പാസ്റ്ററും റോബർട്ട് കൊച്ചും ചേർന്നാണ്. അനസ്തേഷ്യയും ആൻറ്റിസെപ്റ്റിക് സർജറിയും 19-ാം നൂറ്റാണ്ടിൽ വില്യം മോട്ടണും ജോസഫ് ലിസ്റ്ററുമാണ്. ആൻറ്റിബയോട്ടിക്സും വാക്സിനുമൊക്കെ 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് കണ്ടുപിടിച്ചത്. അതുപോലെ 1835 ആദ്യത്തെ അലോപ്പതി മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. എന്നാൽ ആയുർവേദവും യുനാനിയുമൊക്കെ BC 600 തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. ആ ആയുർവേദ ഡോക്ടർമാർക്കെതിരെ സമരം നടത്തിയവരല്ലേ താങ്കളും താങ്കളുടെ സംഘടനയും? അവരെ ഡോക്ടർമാരായി അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ ഹോമിയോക്കെതിരെയും നിങ്ങൾ സമരം നടത്തിയില്ലേ? ആയുർവേദവും വേണ്ട, ഹോമിയോയും വേണ്ട, നാച്ചുറോപ്പതിയും വേണ്ട, യുനാനിയും വേണ്ട, ഭക്ഷ്യ സപ്ലിമെൻസും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ അലോപ്പതിക്കാർ മാത്രം മതി എന്ന് ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ സംസാരം കേൾക്കുമ്പോഴാണ് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് എന്നെപ്പോലെയുള്ളവർ സംശയിക്കുന്നത്. ഇനി 18-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മനുഷ്യരെക്കുറിച്ച് പഠിച്ചാൽ അവരെത്ര ആരോഗ്യമുള്ളവരായിരുന്നു. ഇന്നത്തെ മനുഷ്യനേക്കാൾ എത്ര ആരോഗ്യമുള്ളവരായിരുന്നു. അവർ ഏത് അലോപ്പതിയാണ് കഴിച്ചത്? ഏതെങ്കിലും അലോപ്പതി മരുന്ന് കഴിച്ചോ? കാരണം 18-നും 19-നും ഇടയ്ക്കാണല്ലോ അലോപ്പതി കടന്നു വന്നത്. അപ്പോൾ അവർ അന്ന് ഭക്ഷിച്ചു കൊണ്ടിരുന്നത് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി, അതിനെ പ്രതിരോധിക്കുവാനായിട്ട് അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നത് വൃക്ഷങ്ങളുടെ ഫലങ്ങൾ, അതിൻ്റെ കായ, പൂവ്, അതിൻ്റെ ഇല, അല്ലെങ്കിൽ അതിൻ്റെ തൊലി, അതിൻ്റെ കറ, അല്ലേ, സസ്യങ്ങളുടെ ഇല, ഇതെല്ലാമായിരുന്നു അവരുടെ ഭക്ഷണം. അത് തന്നെയല്ലേ ഫുഡ് സപ്ലിമെൻറ്റ്സ്, ഇന്നത്തെ ഫുഡ് സപ്ലിമെൻറ്റ്സ്? അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ പഴങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഒക്കെ എടുക്കുന്ന, അതിൻ്റെ ഇലകളിൽ നിന്നും ഒക്കെ എടുക്കുന്നത് തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഇതിനെതിരെ ഇത്രമാത്രം ശബ്ദമുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. കേരളത്തിലെ പ്രശസ്തമായ അമൃത ഹോസ്പിറ്റല്, കിംസ് ഹോസ്പിറ്റല്, അങ്ങനെ ഒരു 4-5 ഹോസ്പിറ്റലുകളിൽ മാറി മാറി മുട്ടുവേദന മാറാൻ വേണ്ടി ചികിത്സ നടത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ അവർ ലാസ്റ്റ് റിനെ മെഡിസിറ്റിയിൽ ചെന്നു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 7.5 ലക്ഷം രൂപ ആകും ഓപ്പറേഷൻ നടത്താൻ. ഇത് ഓപ്പറേഷൻ അല്ലാതെ വേറെ യാതൊരു പ്രതിവിധിയുമില്ല. പിന്നെ ഈ ഓപ്പറേഷൻ നടത്തിയാലും നടക്കുമെന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുട്ടുവേദന ശസ്ത്രക്രിയയില്ലാതെ തന്നെ മാറ്റുവാനായിട്ട്, പൂർണ്ണമായും മാറ്റുവാൻ കഴിയുമെന്ന് എൻ്റെ ഒരു വീഡിയോ അവർ കാണുവാനിടയായി തീർന്നു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങനെയാണ്, എൻ്റെ അസുഖം മാറുമോ?
ഞാൻ ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിൻ്റെ വെളിച്ചത്തിൽ ഇവർ പ്രോഡക്ട്സുകൾ വാങ്ങിച്ചു. നമ്മൾ കൊടുത്ത പ്രോഡക്ട്സ് ഗ്ലൂക്കോസമിന്, കാൽസ്യം, മൾട്ടിവൈറ്റമിന്, ഗ്രീൻ ടീ. അത് കഴിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മാറ്റം അവരെനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് പ്രേക്ഷകർക്ക് കാണുവാനായിട്ട് ഇപ്പോൾ അത് സ്ക്രീനിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ദയവായി അതൊന്ന് വാച്ച് ചെയ്യുക. നമസ്കാരം സാർ, പെരുമ്പാവൂരിൽ നിന്ന് ലക്ഷ്മിയാണ്. സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഗ്ലൂക്കോസമൈൻ ടാബ്ലറ്റ് 4 ബോട്ടിൽ കഴിച്ചു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നടക്കാനും ഓട്ടോയിൽ കയറാൻ, ബസ്സിൽ കയറാൻ, അത്യാവശ്യം കല്യാണം അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ ഒന്ന് പോകാൻ, അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ എല്ലാം എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു 2ാമത്തെ ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഈ നാട്ടിലുള്ള എല്ലാ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിലും പോയി എല്ലാവരും ഒരേ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്: മുട്ടുമാറ്റി വയ്ക്കൽ സർജറി, വേറെ ഇതിനൊരു പരിഹാരവും ഇല്ല. മുട്ടുമാറ്റി വയ്ക്കൽ സർജറി മാത്രമാണ് ഈ ഒരു അസുഖത്തിനുള്ള ഒരു പരിഹാരം. അല്ലാതെ അത് പറഞ്ഞു വിടുക എന്നല്ലാതെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം, അല്ലാതെ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ ഒരു മരുന്നോ ഒന്നും അവർ നിർദ്ദേശിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും അമൃത, റെനെ മെഡിസിറ്റി, ലേക്ക് ഷോർ, കോട്ടയം കിംസ്, അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകൾ, രാജഗിരി, അങ്ങനെ എല്ലാ ദിക്കിലും പോയി അവസാനം എവിടെ നിന്നും ഒരു രക്ഷയില്ലാതെ തിരിച്ചു പോന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് അത്രയും കാശ് മുടക്കി സർജറി ചെയ്യാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ല. രണ്ടാമത് എവിടെ നിന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഗോൾഡൊക്കെ വെച്ചിട്ടോ ഒക്കെ നമ്മൾ അത്രയും 7 ലക്ഷം രൂപയോളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ എന്നെ നടത്തിക്കാം, എനിക്കിനി കാലിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് തരാൻ ഒരു ഡോക്ടർമാരും തയ്യാറായില്ല. അങ്ങനെ മടുത്ത് വീട്ടിൽ വന്നിരുന്ന് ഒരിക്കലും നടക്കാൻ പറ്റാതെ, എനിക്ക് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ വളരെയധികം വിഷമിച്ച് ഞാൻ ബെഡ്റൂമിൽ തന്നെ ഒതുങ്ങി കൂടി. എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ, സാറിന് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അത്രയും വിഷമിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്താണ്, അങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായതും ഈ ഗ്ലൂക്കോസമൈൻ ടാബ്ലറ്റിനെ കുറിച്ച് ഞാൻ അറിയണതും സാറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യണതും. അന്നേരം സാറ് പറഞ്ഞു, നിങ്ങൾക്ക് മുട്ട് തേയ്മാനമല്ല, 2 കാലിനും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ മരുന്ന് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് ഓപ്പറേഷൻ്റെ ആവശ്യം തന്നെ ഇല്ല, നിങ്ങൾ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കുന്ന സാറ് പറഞ്ഞ ഒരു ഭയങ്കരമായ ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ഈ 4 ബോട്ടിൽ കഴിച്ച്. ആ ഫസ്റ്റ് ബോട്ടിൽ വാങ്ങി, 2ാമത്തെ ബോട്ടിൽ വാങ്ങി. 2ാമത്തെ ബോട്ടിൽ മുതലാണ് എനിക്ക് മാറ്റങ്ങൾ തുടങ്ങിയത്. ആദ്യമൊക്കെ എനിക്കും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാലിന് നീര് വരും, കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് ദിവസമൊക്കെ നിർത്തി വെച്ചു. പക്ഷേ വീണ്ടും ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിർത്തരുത്, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൂടുതലായി വരണത്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ 2ാമത്തെ ബോട്ടിലായപ്പോൾ തന്നെ എനിക്കൊന്ന് പിടിച്ച് നിൽക്കാനായി. ഒരു 3ാമത്തെ ബോട്ടിൽ ഒരു പകുതി ആയപ്പോഴേക്കും എനിക്ക് ബാത്റൂമിലൊന്നും ആരും സഹായം ഇല്ലാണ്ട് പോകാനും സ്വന്തമായിട്ടൊന്ന് കുളിക്കാനും നിന്ന് കുളിക്കാനും അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും അനുഭവിച്ചു തുടങ്ങി ഞാൻ. പിന്നെ അത്യാവശ്യം വീട്ടിലെ ജോലികളെ, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനോ സഹായിക്കാനോ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം ജോലികളൊക്കെ നടന്ന് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ 4ാമത്തെ ബോട്ടിലും കഴിച്ച് പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓട്ടോയിൽ കയറാൻ, പുറത്തിറങ്ങി അത്യാവശ്യം ഭയങ്കര വെയിറ്റൊന്നുമുള്ള സാധനങ്ങളല്ല, അത്യാവശ്യം പച്ചക്കറി അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങളൊക്കെ സ്വന്തമായിട്ടൊരു കടയിൽ പോയി പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ, എൻ്റെ വീട് മലപ്പുറമാണ്. അവിടേക്ക് ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് KSRTC ബസ്സിൽ കയറി അവിടെ പോയി ഇറങ്ങി ഓട്ടോയിൽ കയറി എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് എത്രയോ, ചുരുക്കി പറഞ്ഞാൽ ഒരു 7 കൊല്ലത്തിന് ശേഷമാണ് എനിക്കത് സാധിക്കുന്നത്, ഇത്രയും ദൂരം യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ പറ്റി 4 ബോട്ടിൽ കഴിച്ച് തീർന്നപ്പോഴത്തേക്കും എനിക്ക് അത്രയും മാറ്റം വന്നു.
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന പോലും കരുതിയതല്ല. അത്രയും പ്രതീക്ഷ കൈവിട്ട സമയത്താണ് സാറ് ഈ മെഡിസിൻ പറ്റി പറയണതും ഈ വീഡിയോ ഞാൻ കാണുന്നതും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം, എൻ്റെ രണ്ടാം ജന്മമാണത്. എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായ മാറ്റം പോലെ ഒരുപാട് പേര് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഓപ്പറേഷന് പൈസ ഇല്ലാതെ, ഓപ്പറേഷൻ സക്സസ് അല്ലാതെ, അങ്ങനെയൊക്കെ ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ബെഡിലായി പോയ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ സാറ് ഇനിയും വീഡിയോ ചെയ്യണം, മസ്റ്റായിട്ടും സാറ് ചെയ്യണം. പലരെയും ഈ ഒരു മെഡിസിനെ കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ പലർക്കും ആ വീഡിയോ എത്തണം. എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ജീവിതം അവസാനിച്ച് പോയി എന്ന് തോന്നിയ പലർക്കും ഇനിയും ഒരു പുതിയ ജീവിതം കിട്ടും. അപ്പോൾ സാർ എന്തായാലും ഈ വീഡിയോ ചെയ്യണം. എൻ്റെ വോയിസ് ആയാലും മെസ്സേജ് ആയാലും സാറ് പുറത്ത് കൊടുക്കണം. ഒരനുഭവസ്ഥയാണ് ഞാൻ. അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് മതിയായ സാമ്പത്തിക ഭദ്രത ഇല്ല. നമുക്കാണെങ്കിൽ നടക്കാൻ പറ്റില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, വീട്ടിലത്തെ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെല്ലാം ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കരഞ്ഞു കൂട്ടിയതിനൊന്നും കണക്കില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിച്ച ദൈവങ്ങളുടെ ഒക്കെ കൂടി ഒരു ശക്തി ആയിരിക്കാം സാറിൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായതും പിന്നെ ഈ മരുന്ന് കഴിച്ച് തുടങ്ങാൻ പറ്റിയതൊക്കെ. അപ്പോൾ സാർ ഇനിയും വീഡിയോകൾ ചെയ്യണം. ഒരുപാട് പേരിലേക്ക് ഈ മെഡിസിൻ എത്തിക്കണം. കാരണം ഒത്തിരി പേരുണ്ട് മുട്ടുവേദന അനുഭവിച്ചിട്ട് നടക്കാൻ പറ്റാതെ കിടന്ന കിടപ്പിലായി പോയവർ, പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാതെ വന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയ ജീവിതം കിട്ടട്ടെ. എനിക്കത് മാത്രമാണ് പ്രാർത്ഥന. എൻ്റെ ഈ ഒരു പുതിയ ജീവിതത്തിൽ, എൻ്റെ ഒരു രണ്ടാമത്തെ ജന്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന സാറിനോടാണ്. അപ്പോൾ എന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായത് സാറാണ്. അപ്പോൾ സാറിനും കുടുംബത്തിനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം ഞാൻ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് ഇനി എൻ്റെ ജീവിതത്തിൽ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഈ വീഡിയോയെ പറ്റി കൂടുതൽ ആളുകൾ അറിയണം. സാറ് ചെയ്യണം, വീഡിയോ ചെയ്യണം. ഒത്തിരി പേർക്ക് ഈ മരുന്ന് അനുഭവത്തിൽ വരണം. എല്ലാവരുടെയും കാലിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ വെൽനസ് കൊണ്ട് പ്രയോജനമില്ല, അത് ആളെ കൊല്ലുന്നതാണെന്ന് നമ്മുടെ ഡോക്ടർ ജോജോ ബി ജോസഫ് പറയുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എന്നെപ്പോലെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ച് ഇരുന്നവർക്ക് ഒരു രണ്ടാം ജന്മമാണ് തന്നത്. ഇതൊക്കെ പോരെ ഡോക്ടർ ജോജോ ബി ജോസഫ് ഞങ്ങൾക്ക് സംതൃപ്തി കിട്ടുവാനായിട്ട്? അതുപോലെ തന്നെ സോറിയാസിസ് പരിപൂർണമായിട്ടും മാറിയ കേസ് ഹിസ്റ്ററി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് 5-ാമത്തെ വയസ്സിൽ സോറിയാസിസ് വന്നിട്ട് അരൂരുള്ള ഒരു വ്യക്തി, ഒരു അനുശ്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി, 5-ാമത്തെ വയസ്സിൽ അവർക്ക് സോറിയാസിസ് വന്നതാണ്. 28 വയസ്സായപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഈ 23 വർഷം അവർ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും നാടൻ ചികിത്സകളും ഒറ്റമൂലിയും ഒക്കെ ചെയ്തു. എന്നിട്ട് യാതൊരുവിധ മാറ്റവുമില്ലാതെ ശരീരം മുഴുവൻ പൊട്ടി അഴുകിയിരുന്ന ഒരവസ്ഥയായിരുന്നു. ഇത് ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാം. അവർ ഞങ്ങളുടെ വാക്ക് വിശ്വസിച്ചു. അവർ കഴിച്ചു. 6 മാസം കൊണ്ട് ആള് ടോട്ടലി മാറി. അവരുടെ സ്കിൻ കംപ്ലീറ്റ് മാറി. എന്നിട്ട് നല്ല ഗ്ലോയുള്ള സ്കിന്നായി. അതിനുശേഷം അവരുടെ കല്യാണവും കഴിഞ്ഞു. 2018 അവരുടെ കല്യാണവും കഴിഞ്ഞു. ഇപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ റിസൾട്ടുകളാണ് ഇതൊക്കെ. ഇനി ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് വ്യക്തമായത് പറയട്ടെ. ഡോക്ടർ ജോജോ ബി ജോസഫിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കുന്നത് ഇവിടുത്തെ മരുന്ന് കമ്പനികൾ തന്നെയാണ്. മരുന്ന് കമ്പനികളുടെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങാത്ത ഡോക്ടർമാർ എത്ര പേരുണ്ടാവും? വിരലിലെണ്ണാനുണ്ടാവും. നിങ്ങൾക്ക് അവർ തരുന്ന ഫ്രിഡ്ജ്, കാറ്, ടൂറ് ഇതെല്ലാം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സുകൾ വഴി ലോകം മുഴുവൻ അറിയുന്നതല്ലേ. അപ്പം അതെല്ലാം വാങ്ങിച്ച് നിങ്ങൾ
സ്ഥാപിത താല്പര്യമുള്ള കമ്പനികളുടെ മെഡിസിൻസ് തന്നെ എഴുതി കൊടുത്ത് ജനങ്ങളെ സേവിക്കുമല്ലേ നിങ്ങൾ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇത്ര വിരളി പൂണ്ടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ജനങ്ങൾക്ക് ഇൽനെസ് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ വെൽനെസ് ആഗ്രഹിക്കുന്നു. ഇത് ലോകമെമ്പാടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ വെൽനെസ്സിന് ലോക മാർക്കറ്റിൽ 8% വളർച്ച. ഇനി ഇന്ത്യയിലെ കാര്യമെടുത്താൽ 2021 ഏകദേശം 30,000 കോടി, 2022 34,000 കോടി, 2023 38,500 കോടി. വളർച്ചാ നിരക്ക് ലോക വളർച്ചയായ 8% ഏകദേശം ഇരട്ടി. ഈ വളർച്ച കണ്ട് വിരളി പൂണ്ട മരുന്ന് മാഫിയകൾക്ക് കുഴലൂത്തുകാരനായി മാറാതെ, കൊടപിടിക്കുന്നവനായി മാറാതെ, തേവരയിലെ ലൈഫ് സെൻറ്റർ എന്ന് പറഞ്ഞ വെൽനസ് ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോളി തോംസനെ താങ്കൾക്കും അറിയാം. അവർ MD ആയിരുന്നു, മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്തിരുന്നതാണ്. ജനങ്ങളെ സേവിക്കണമെന്നവർക്ക് ആഗ്രഹം വന്നപ്പോൾ, പശ്ചാത്താപമുണ്ടായപ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞ് അവർ വെൽനസ് മേഖലയിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ വെൽനസ് ലോകത്തേക്ക് കടന്നു വന്നു. ഇന്ന് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസവും പ്രത്യാശയുമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അവരെപ്പോലെ ഡോക്ടർ ജോജോ വി ജോസഫിനെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ വെൽനസ്സിലേക്ക് താങ്കളും കടന്നു വരിക. താങ്കൾക്കും ജനങ്ങളെ ഒരുപാട് സഹായിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് താമസിയാതെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.